ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ സമ്മറിന് ഏറ്റവും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡാണ്. അതിന് വേണ്ടി ഞാനൊരു 250 ml മിൽക്ക് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതവിടെ ബോയിലാവട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു ചെറിയൊരു ബൗളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. ഇത് ഞാൻ കുറച്ച് കസ്റ്റർഡ് പൗഡർ ഒരുപാട് തിക്കാക്കുന്നില്ല. ഞാൻ ചെറിയൊരു മൈൽഡായിട്ടൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ എടുക്കുന്ന പാല് കുറച്ച് ലൂസായിട്ടിരിക്കും. അപ്പം ഞാൻ ഇതുപോലെ നന്നായിട്ട് കട്ട ഒന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതപ്പോൾ അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ ഈ പാലൊന്ന് ചൂടാവുന്ന സമയം ഞാൻ അതിനകത്ത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര അളവ് നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ്. പിന്നെ പാല് തിളച്ച് വരുന്ന സമയം നമ്മളിതുപോലെ കസ്റ്റർഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സ് വന്നിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മളെ കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട ഒന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക ഈവനായിട്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. എന്നിട്ട് ഇത് ഞാനൊരു 1 മണിക്കൂർ തൊട്ട് ഒരു 2.5 മണിക്കൂർ വരെ ഞാനിതിങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ. അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഇതിനകത്ത് ആപ്പിൾ, പപ്പായ, വാട്ടർമെലൺ, അതുപോലെ ഗ്രേപ്സ് എല്ലാം നമുക്കിഷ്ടപ്പെട്ട ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്കിതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ പൈനാപ്പിളും, അങ്ങനെ എൻ്റെ അടുത്തുള്ളതൊക്കെ ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ഇടാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ തണുപ്പിച്ച് വെച്ചിട്ടുള്ള പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആ കസ്റ്റർഡ് മിൽക്കിനെ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ പാലിന് അത്ര കട്ടി കാണൂല. ഇപ്പോൾ നിങ്ങളൊരു 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ യൂസ് ചെയ്താൽ നല്ല കുറച്ച് തിക്കായിട്ടിരിക്കും. നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തിക്കായിട്ട് ചേർക്കാവുന്നതാണ്. പിന്നെ ഇഷ്ടപ്പെട്ട നട്ട്സൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ബദാമും കാഷ്യൂനട്ടും അതുപോലെ വാൾനട്ടുമായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ടോപ്പിങ്സിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് റെഡിയായി നമ്മളെ കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡ്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നൊരു വീഡിയോയിൽ കാണാം. താങ്ക്